നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ജില്ലയിൽ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. ആലപ്പുഴയിൽ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു കളക്ടർ. കേരള ഹജ്ജ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ഹജ്ജ് ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA H. സലാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ 7-ാം വാർഡ്, എടത്വ പഞ്ചായത്തിലെ 10-ാം വാർഡ് അടക്കം ജില്ലയിൽ 3 കൂടി പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ പക്ഷികളെ കൊന്നു മറവ് ചെയ്യുന്ന കള്ളൻ ജോലികളും പ്രദേശത്ത് ആരംഭിച്ചു. ആയുർവേദത്തിന് ഒരിടം എന്ന പേരിൽ ഔഷധ ഉദ്യാനത്തിന് തുടക്കമായി. ഔഷധ സസ്യങ്ങളും ആയുർവേദ ചികിത്സാവിധികളും പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ വിജയ പാർക്കിലാണ് ഔഷധത്തോട്ടത്തിന് തുടക്കം കുറിച്ചത്. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് തോട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ജില്ലയിൽ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. ആലപ്പുഴയിൽ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും കളക്ടർ പറഞ്ഞു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും അതുകൊണ്ട് തന്നെ പകൽ 11 മുതൽ ഉച്ചയ്ക്ക് 3 മണിവരെ പുറത്തുള്ള ജോലികളൊന്നും തന്നെ പാടില്ല എന്നും കലക്ടർ കൂട്ടിച്ചേർത്തു. കന്നുകാലികളടക്കം വളർത്തുമൃഗങ്ങളെ ഒന്നും തന്നെ വെളിപ്രദേശങ്ങളിൽ കെട്ടിയിടാൻ പാടില്ല എന്നും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കപ്പെടണമെന്നും കലക്ടർ അറിയിച്ചു. വേനൽ കനത്തതോടെ കുടിവെള്ള ദൗർലഭ്യം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ജലമെത്തിക്കാനായുള്ള സംവിധാനം ഒരുക്കിയതായും കലക്ടർ അലക്സ് വർഗീസ് കൂട്ടിച്ചേർത്തു. ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു കളക്ടർ. ജില്ലയെ ആലപ്പുഴ സംബന്ധിച്ചോളം വളരെ മുൻകരുതൽ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ ക്രമീകരണങ്ങളൊക്കെ നമ്മൾ വീണ്ടും ചെയ്തിട്ടുണ്ട്. ജോലിക്കാരെ ഉൾപ്പെടെ നമ്മൾ ഈ വർക്കിംഗ് ടൈമിന് ഷെഡ്യൂൾ ചെയ്ത് 11 മണി തൊട്ട് 3 മണി വരെയുള്ള സമയങ്ങളിൽ ജോലി ക്രമീകരണം വേണ്ടാന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ കന്നുകാലികളൊക്കെ തന്നെ വെയിലത്ത് നിർത്തരുതെന്നും അതുപോലെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം ഈ ചൂട് കൂടുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഉണ്ടാക്കുന്ന സംവിധാനമാണ് ജില്ലാ അഡ്മിനിസ്ട്രേഷൻ സംബന്ധിച്ചോളം. നമുക്ക് ഇതിനോടനുബന്ധിച്ച് നമ്മൾ തണ്ണീർപ്പന്തലുകൾ വിവിധ സ്ഥലങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ആവശ്യമായ കുടിവെള്ളങ്ങൾ, ഡ്രിങ്കിംഗ് വാട്ടർ ബെല്ല് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ വീടുകളിലും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വെള്ളം കൂടുതൽ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കി നമ്മളെ ഈ വെയിലിന്റെ തീഷ്ണത, സൺബേൺ ഉൾപ്പെടെയുള്ള പല കേസുകളും നമ്മൾ ഇന്ന് പേപ്പറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൂടുതൽ കേരള ഹജ്ജ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ഹജ്ജ് ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. ആലപ്പുഴ റൈബാൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. കേരള ഹജ്ജ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ഹജ്ജ് ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. ആലപ്പുഴ റൈബാൻ മിനി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിർബന്ധമായി നിറവേറ്റേണ്ട കർമ്മം എന്ന നിലയിൽ നിശ്ചയമായും ഒരു മുസൽമാൻ പാലിക്കേണ്ട, അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ഒരു ആരാധന. അതിന് തയ്യാറായവരാണ് നമ്മളെല്ലാവരും. നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്ത് ചെയ്യണമെന്ന് പരലോക ജീവിതത്തിലെല്ലാം ഏറ്റവും വലിയ ശ്രേഷ്ഠമായ കാര്യങ്ങൾ നമുക്ക് ലഭിക്കാൻ നിശ്ചയമായും ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത്തരമൊരു കർമ്മമാണ്, ഒരു ശ്രേഷ്ഠമായ കർമ്മത്തിലേക്കാണ് നിങ്ങൾ യാത്ര പോകുന്നത്. മാനവികതയുടെ സന്ദേശവും ഭാഷയുമാണ് ഹജ്ജ് നൽകുന്നതെന്നും വിവിധ രാജ്യങ്ങളുടെ വർണ്ണസംഗമവും ഒരുമയും ഹജ്ജിന്റെ പ്രത്യേകതയാണെന്നും H. സലാം അഭിപ്രായപ്പെട്ടു. കേരള ഹജ്ജ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജമാൽ പള്ളാതുരുത്തി ചടങ്ങിൽ അധ്യക്ഷനായി. ഹാജിമാർക്കുള്ള പഠനശിബിരം അബ്ദുൾ റഷീദ് മദനി വിയ്യപുരവും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് വണ്ടാനം മെഡിക്കൽ കോളേജ് സീനിയർ കാർഡിയോളജി വിഭാഗം ഡോക്ടർ ജയറാം രമേശും നിർവഹിച്ചു. ലിയാഖത്ത് ഖാലിദ്, മുജീബ് മുസ്ലിയാർ, S. സുബൈർ, ഹാഷ്മി, മുനബ്ബിർ തുടങ്ങിയവർ സംസാരിച്ചു. ഹജ്ജ് സേവകരായി സുത്യർഹ സേവനം ചെയ്ത മുഹമ്മദ് ജിഫ്രി, അലിക്കുഞ്ഞ് ആശാൻ, മുഹമ്മദ് കബീർ എന്നിവരെ ചടങ്ങിൽ H. സലാം MLA അനുമോദിച്ചു.
അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ 7-ാം വാർഡ്, എടത്വ പഞ്ചായത്തിലെ 10-ാം വാർഡ് അടക്കം ജില്ലയിൽ 3 കൂടി പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ പക്ഷികളെ കൊന്നുമറവ് ചെയ്യുന്ന കള്ളിംഗ് ജോലികളും പ്രദേശത്ത് ആരംഭിച്ചു. ജില്ലയിൽ 3 കൂടി പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ 7-ാം വാർഡ്, എടത്വ പഞ്ചായത്തിലെ 10-ാം വാർഡ്, തകഴി പഞ്ചായത്തിലെ 4-ാം വാർഡ് എന്നിവിടങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. രോഗത്തിന്റെ പ്രഭവ കേന്ദ്രത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ കൊന്നുമറവ് ചെയ്യുന്ന കള്ളിംഗ് ജോലികളും അവിടെ ആരംഭിച്ചു. 3 കേന്ദ്രങ്ങളിലായി 45,631 വളർത്തുപക്ഷികളെയാണ് കൊന്നു മറവ് ചെയ്യാൻ ഒരുങ്ങുന്നത്. രോഗം സ്ഥിരീകരിച്ച സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വളർത്തുപക്ഷികളെ കൊണ്ടുപോകുന്നില്ലെന്ന് പോലീസ് ഉറപ്പുവരുത്തണമെന്നും കളക്ടർ നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച മുൻപ് ചെറുതന, എടത്വ പഞ്ചായത്തുകളിലെ 3 കർഷകരുടെ താറാവുകൾ ചത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കുകയും 17,480 താറാവുകളെ കൊന്നൊടുക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ അമ്പലപ്പുഴ, തകഴി പഞ്ചായത്തുകളിലും എടത്വ പഞ്ചായത്തിലെ മറ്റൊരു ഭാഗത്തും താറാവുകളെ ചാകുന്നതായി കണ്ടെത്തിയത്. ഇവയിൽ നിന്നും സാമ്പിൾ ശേഖരിച്ച് ഭോപ്പാലിലെ അതിസുരക്ഷാ പക്ഷിരോഗ നിർണയ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പക്ഷിപ്പനി വീണ്ടും സ്ഥിരീകരിച്ചത്. മുട്ടാർ, രാമങ്കരി, മുളക്കുഴ, എടത്വ എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ രോഗമില്ലെന്നും സ്ഥിരീകരിച്ചു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ 790, എടത്വയിൽ 33,974, തകഴിയിൽ 10,867 വളർത്തുപക്ഷികളെ വീതമാണ് ചൊവ്വാഴ്ച കള്ളിംഗ് നടത്തി കൊന്നൊടുക്കുന്നത്. കൊന്നൊടുക്കുന്ന പക്ഷികളെ കത്തിച്ചാണ് മറവ് ചെയ്തത്. ഇതിനാവശ്യമായ വിറക്, കുമ്മായം, ഡീസൽ, പഞ്ചസാര, ചിരട്ട, തൊണ്ട് എന്നിവ പഞ്ചായത്തുകൾ ഒരുക്കി നൽകി. കള്ളിംഗ് നടത്തുന്ന സംഘത്തിലുള്ളവർ 10 ദിവസം ക്വാറന്റൈനിലായിരിക്കും. കള്ളിങ്ങിനായി എടത്വയിൽ 11, തകഴിയിൽ 4, അമ്പലപ്പുഴയിൽ 3 വീതം ദ്രുതകർമ്മ സേനയും നിയോഗിച്ചിരുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ആയുർവേദത്തിനൊരിടം എന്ന പേരിൽ ഔഷധ ഉദ്യാനത്തിന് തുടക്കം കുറിച്ചു. ഔഷധ സസ്യങ്ങളും ആയുർവേദ ചികിത്സാ വിധികളും പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ വിജയ പാർക്കിലാണ് ഔഷധത്തോട്ടം ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആയിരുന്നു തോട്ടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ആയുർവേദത്തിനൊരിടം എന്ന പേരിൽ ഔഷധ ഉദ്യാനത്തിന് തുടക്കം കുറിച്ചു. ഔഷധ സസ്യങ്ങളും ആയുർവേദ ചികിത്സാ വിധികളും പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ വിജയ പാർക്കിലാണ് ഔഷധത്തോട്ടത്തിന് തുടക്കം കുറിച്ചത്. ഭാരതീയ ചികിത്സാ വകുപ്പും ജില്ലാ പഞ്ചായത്തും ജില്ലാ ടൂറിസം വകുപ്പും സംയുക്തമായി 8ാമത് ദേശീയ ആയുർവേദ വാരാഘോഷത്തോടനുബന്ധിച്ച് ജില്ലയിൽ നടത്തുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ആലപ്പുഴ വിജയ പാർക്കിൽ ഔഷധത്തോട്ടം ഉണ്ടാക്കിയത്. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് തോട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് ഈ ആയുർവേദത്തിനെ കൂടുതൽ പ്രൊമോഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഔഷധ സസ്യങ്ങൾ എന്താണ് എനിക്ക് പോലും പറയാറുള്ളത് അലോവേരൊക്കെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി വീട്ടിൽ നിന്ന് പോട്ട് അലോവേരൊക്കെ പോട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മൂല്യം, ഔഷധ മൂല്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കത്ത ഗുണം തീർച്ചയായിട്ടും ഇത് കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം ആയുർവേദ ചികിത്സാ വിധി പ്രകാരമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ DMOയ്ക്കും അതോടൊപ്പം തന്നെ കൂടുതൽ സ്റ്റാഫിനും എല്ലാവർക്കും ഉള്ള നന്ദിയും സന്തോഷമൊക്കെ അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് തീർച്ചയായിട്ടും ഇത് കൂടുതൽ വേർപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇത് മാത്രം പറയാം, നമുക്കൊരു 10-12 ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി വൈദ്യർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. കാരണം കാലൂന്നി നടത്തില്ല, എല്ലാ ഔഷധങ്ങളാണ്. ഓരോത്തിൻ്റെ ഔഷധ മൂല്യം വൈദ്യർക്ക് അറിയാവുന്നതുകൊണ്ട് കാലൂന്നി നടത്തില്ല. നമ്മളുടെ എന്തൊക്കെയാണ് ഒരു മിനിമം ഒരു 100 ഐറ്റംസ് എങ്കിലും മിനിമം ഉള്ള സംവിധാനത്തിന് നമുക്കിവിടെ ക്രമീകരിക്കണം. അത് തീർച്ചയായിട്ടും വേണ്ട പ്രോത്സാഹനം സപ്പോർട്ടൊക്കെ നമ്മുടെ. തുടർന്ന് ആദ്യ ഔഷധ തൈ നടീൽ കർമ്മവും കലക്ടർ നിർവഹിച്ചു. പുതുതലമുറയെ ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തുക, ചുറ്റുപാടുള്ളതൊക്കെയും ഔഷധങ്ങളാണെന്ന തിരിച്ചറിവുണ്ടാക്കുക, പ്രകൃതി സംരക്ഷണത്തിന്റെ ബാലപാഠങ്ങൾ എല്ലാവർക്കും പകർന്നു കൊടുക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. കളക്ടറെ കൂടാതെ ആയുർവേദ ചികിത്സാ വകുപ്പിലെ ഡോക്ടർമാരടക്കം ചടങ്ങിൽ സംബന്ധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 പോളിംഗ് കഴിഞ്ഞതോടെ ഇനി വോട്ടെണ്ണലിൽ കണ്ണും നട്ട് സ്ഥാനാർത്ഥികളും വോട്ടർമാരും. 1.5 മാസക്കാലം നാടിനെയും നഗരത്തെയും അക്ഷരാർത്ഥത്തിൽ ഉത്സവപ്പെരുമയിൽ നീരാടിച്ച 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് കഴിഞ്ഞതോടെ സ്ഥാനാർത്ഥികളും വോട്ടർമാരും ഇനി വിധിയെഴുത്തിനായുള്ള കാത്തിരിപ്പിൽ. 75.05% വോട്ടായിരുന്നു ആലപ്പുഴ മണ്ഡലത്തിൽ നടന്നതെങ്കിൽ 65.95% വോട്ടാണ് മാവേലിക്കര മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. വോട്ടിന് ശേഷം പ്രധാനപ്പെട്ട മുന്നണികളെല്ലാം തന്നെ വലിയ വിജയപ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നതും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് പൂർത്തിയായതോടെ എല്ലാ ബൂത്തുകളിൽ നിന്നുമുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അതാത് മണ്ഡലങ്ങളിലെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിൽ എത്തിച്ച് അന്ന് തന്നെ ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു. വോട്ടെണ്ണൽ ദിവസമായ ജൂൺ 4 വരെ EVMകൾ ഇവിടെ സൂക്ഷിക്കും.
അതുവരെ സ്ഥാനാർത്ഥികളും ബന്ധപ്പെട്ട മുന്നണികളും കണക്കുകൂട്ടലിന്റെ തിരക്കുകളിലുമായിരിക്കും. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ചന്ദനപ്പള്ളി സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി പെരുന്നാൾ മെയ് 1 മുതൽ 8 വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. പ്രസിദ്ധമായ ചന്ദനപ്പള്ളി സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി പെരുന്നാൾ മെയ് 1 മുതൽ 8 വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സഭയിലെ തന്നെ ആഗോള തീർത്ഥാടന കേന്ദ്രമായ ഒരു ദേവാലയമാണ്. അതിപുരാതനമായ ചരിത്രങ്ങൾ ഈ ദേവാലയത്തിനുണ്ട്. ഒരു പ്രാദേശിക ആചാരം എന്ന നിലയിലാണ് ചെമ്പെടുപ്പിൻ്റെ ഒരു സ്ഥാനം നമ്മുടെ ദേവാലയത്തിനുള്ളത്. എന്നാൽ ഇന്നത് വലിയ തരത്തിൽ തന്നെ വിവിധമായ മലങ്കര സഭയിലെ വിവിധമായ ദേവാലയങ്ങളിൽ അത് വ്യാപരിക്കപ്പെടുകയാണ്. അത്തരത്തിൽ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് അതൊക്കെ നോക്കിക്കാണുക എന്ന് പറയുന്നത്. 1-ാം തീയതി മുതൽ 8 വരെയാണ്. 28-ാം തീയതി അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഇന്നലെ കൊടിയേറി. അതിനുശേഷം 1-ാം തീയതി മുതൽ വിവിധ ഇനം പരിപാടികൾ, മതമേലധ്യക്ഷന്മാർ, സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരൊക്കെ പങ്കെടുക്കുന്ന വിവിധ തരത്തിലുള്ള പരിപാടികളൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പെരുന്നാളിന്റെ ഭാഗമായി വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, സമ്മേളനങ്ങൾ, മധ്യസ്ഥ പ്രാർത്ഥന, പ്രവാസി സംഗമം, പദയാത്രകളടക്കം വിവിധ പരിപാടികൾ നടത്തും. നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന പ്രത്യേക അനുഷ്ഠാനമായ ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ് മെയ് 8-നാണ് നടക്കുന്നത്. വിവിധ സമ്മേളനങ്ങളിലായി മന്ത്രിമാരടക്കം രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഫാദർ ജോൺ മാത്യു, ഫാദർ എബിൻ സജി, സെബിൻ ബാബു, ജിജോ ജോസഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. ആലപ്പുഴയിൽ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു കളക്ടർ. കേരള ഹജ്ജ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ഹജ്ജ് ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA H. സല പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ 7-ാം വാർഡ്, എടത്വ പഞ്ചായത്തിലെ 10-ാം വാർഡ് അടക്കം ജില്ലയിൽ 3 കൂടി പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ പക്ഷികളെ കൊന്നു മറവ് ചെയ്യുന്ന കള്ളഞ്ചോലികളും പ്രദേശത്ത് ആരംഭിച്ചു. ആയുർവേദത്തിന് ഒരിടം എന്ന പേരിൽ ഔഷധ ഉദ്യാനത്തിന് തുടക്കമായി. ഔഷധ സസ്യങ്ങളും ആയുർവേദ ചികിത്സാവിധികളും പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ വിജയ പാർക്കിലാണ് ഔഷധത്തോട്ടത്തിന് തുടക്കം കുറിച്ചത്. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് തോട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.